ഒരു ഓർത്തോഡോക്സി ഹോൾഡ് ചെയ്യുന്ന വിശ്വാസി ഓർത്തോപ്രാക്സിസ്, ശരിയായ പ്രവൃത്തികൾ ചെയ്യണം. പിന്നീടുള്ളത് ഓർത്തോ പാത്തയോസ് ആണ്. പാത്തയോസ് എന്ന് പറഞ്ഞാൽ മനോഭാവമാണ്, ആറ്റിറ്റ്യൂഡ്, റൈറ്റ് ആറ്റിറ്റ്യൂഡ്, ശരിയായ മനോഭാവം, ലോകവീക്ഷണം, ദൈവത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്, മറ്റു മനുഷ്യരെ കുറിച്ചുള്ള കാഴ്ചപ്പാട്, ശരിയായ കാഴ്ചപ്പാട് നമുക്കുണ്ടായിരിക്കണം. ഓർത്തോപാത്തയോസ്. പിന്നെ അഡ്വക്കേറ്റ് ആളൂർ വക്കീൽ എന്നൊക്കെ അറിയപ്പെടുന്നത്, അദ്ദേഹം അന്തരിച്ചു. ഇപ്പൊ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ വലിയ കോലാഹലവും ആഹ്ലാദ പ്രകടനങ്ങളും പടക്കം പൊട്ടിയിരും. അപ്പൊ യാക്കോബായ സഭയിലെ ഒരു അച്ഛൻ അതിൽ യാക്കോബായ സഭയിലെ ഓർത്തഡോക്സ് സഭയിലെ ഒരു അച്ഛൻ അതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് ഒരു പോസ്റ്റ് ഇട്ടു. ഞാൻ എൻ്റെ കീഴിൽ എഴുതി, ഒരിക്കലും ഒരു ക്രിസ്ത്യാനി, വിശേഷിച്ചൊരു പുരോഹിതൻ ഇങ്ങനെ പോസ്റ്റ് ഇടാൻ പാടില്ല. എന്തുകൊണ്ടാണ്? ഓർത്തോ പാത്തോസ്, റൈറ്റ് ആറ്റിറ്റ്യൂഡാണ്. റൈറ്റ് ആറ്റിറ്റ്യൂഡ് എന്താണ്? റൈറ്റ് ആറ്റിറ്റ്യൂഡ് ലോകം ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കാതിരിക്കുക. ഇപ്പോ ഈ ലോകത്തിന് അനുരൂപരാകാതെ, കണ്ടോ, ഈ ലോകത്തിന് ഡു നോട്ട് കൺഫോം ടു ദിസ് വേൾഡ്. ദിസ് വേൾഡ് സേസ് ഈസ് എ റോങ് പേഴ്സൺ, ഈസ് എ വിക്കറ്റ് പേഴ്സൺ, ഈസ് അൻ ഈവിൾ പേഴ്സൺ. എന്താണ്? അദ്ദേഹം സൗമ്യ വധക്കേസിലെ പ്രതി ഗോവിന്ദച്ചാമിക്ക് വേണ്ടി ഹാജരായി. തെറ്റ്. അപ്പൊ ഈ പോലീസാണ് പറയുന്നത് ഗോവിന്ദച്ചാമി പ്രതിയാണെന്ന്. പക്ഷെ അത് കോടതിയിൽ തെളിവുകൾ നിരത്തി അത് സ്ഥാപിക്കുന്നത് വരെ അദ്ദേഹം കുറ്റാരോപിതനാണ്, പ്രതിയാകുന്നില്ല. അതാണ് നമ്മുടെ ഭരണഘടന നൽകുന്ന അവകാശമാണ്. അവിടെയാണ് തെളിയിക്കപ്പെടേണ്ടത്. പോലീസ് എത്രയോ പേരെ പ്രതികളായിട്ട് ചിത്രീകരിക്കുന്നു. പൃഥ്വിരാജ് നായകനായിട്ട് അഭിനയിച്ച ജനഗണമന എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. അതിനകത്ത് കാണാം ഒരു പെൺകുട്ടിയുടെ കത്തിക്കരിഞ്ഞ മൃതദേഹം കിട്ടുന്നതും പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതും അവരെങ്ങനെ പോർട്രേറ്റ് ചെയ്യപ്പെടുന്നു, യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്. അപ്പൊ നമ്മള് വലിയൊരു നടുക്കത്തിലൂടെ കടന്നു പോകും. നിങ്ങൾ ആ സിനിമ കാണണം. ഇപ്പൊ തിയേറ്ററുകളിൽ നിറഞ്ഞ് കവിഞ്ഞ് ഓടുന്ന തുടരും എന്ന മോഹൻലാലിന്റെ തരുൺ മൂർത്തിയുടെ ചിത്രം. അതിനകത്ത് എങ്ങനെയാണ് പോലീസ് ബ്രൂട്ടാലിറ്റിയെ തുടർന്ന് പോലീസ് ഫ്രെയിം ചെയ്യാണ് കേസ്. അപ്പം എല്ലാവരുടെയും ഒരു പ്രതീക്ഷ കോടതിയാണ്. ഇപ്പൊ കോടതിയിലൊരു പ്രതിയെ റെപ്രസെന്റ് ചെയ്തു. ഇതാണ് ആളൂർ ചെയ്തത്. വളരെ തെറ്റാണ്. കേരള മനസാക്ഷി ഞെട്ടിയ കേസാണ്. എനിക്കും ആ കാലഘട്ടത്തിൽ ആളൂരിനോട് അനിഷ്ടമുണ്ട്, ഇവനെന്തിനാ ഈ കേസിന്. പക്ഷെ ആ കേസിൽ അവർക്ക് വേണ്ടിയും ആരെങ്കിലും സംസാരിക്കണ്ടേ? ചില സമയത്ത് ഡയർട്ടി ജോബ്സ് ഉണ്ട്, ആരും ചെയ്യാൻ മടിക്കുന്നു. ഇപ്പൊ നമ്മുടെ വീട്ടിലെ കക്കൂസ് നിറഞ്ഞു, നിങ്ങളാരും അത് കോരി മാറ്റില്ല, പക്ഷെ അത് മാറ്റണ്ടേ? അങ്ങനെ ഡയർട്ടി ജോബ്സ് ഉണ്ട്. ഈ സമൂഹത്തിന് വേണ്ടി ഒരു ഡയർട്ടി ജോബ് ചെയ്ത ആളാണ് ആളൂർ. അല്ല, ഗോവിന്ദച്ചാമി പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞുകൊണ്ട് അവനെ പിടിച്ച് തൂക്കിക്കൊല്ലുകയോ ജയിലിലിടുകയോ ചെയ്യുന്നതാണ്. അപ്പൊ അവന്റെ ന്യായവും പറഞ്ഞ് പഴുതുകൾ അടച്ച് പ്രതിയെന്ന് തെളിയിച്ച് വേണം ശിക്ഷിക്കുവാൻ. അതിന് അവന്റെ ന്യായം പറയാനും ആള് വേണം. അതിനൊരു തയ്യാറായി വന്ന മനുഷ്യനാണ്. അതിനാണ് അദ്ദേഹം വിമർശിക്കപ്പെടുന്നത്. ഞാൻ പറഞ്ഞത് ആർക്കും അത് ഇഷ്ടമില്ല. പക്ഷേ ഒരു പെൺകുട്ടിയെ ആളെ വിട്ട് അതിക്രൂരമായി പീഡിപ്പിച്ച ഒരു സിനിമാ നടന് വേണ്ടി കേരള മനസാക്ഷി അന്നേരവും ഞെട്ടി. അഡ്വക്കേറ്റ് രാമൻകുട്ടി കേരളത്തിൽ ഏറ്റവും പ്രതിഫലം വാങ്ങുന്ന ക്രിമിനൽ വക്കീൽ പ്രത്യക്ഷപ്പെട്ടു. ആർക്കും ആ വക്കീലിനോട് രോഷമില്ല. നാളെ അദ്ദേഹം മരിച്ചാൽ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും പുകഴ്ത്തും. മഹാനായ അഭിഭാഷകൻ, പ്രഗത്ഭനായ അഭിഭാഷകൻ മരിച്ചു. പക്ഷെ അദ്ദേഹം എത്രയോ ഈവിൾ കേസുകൾക്ക് വേണ്ടി, അത്രയും മോശം പ്രതികൾക്ക് വേണ്ടിയാണ് ഹാജരായെന്നുള്ളത് ചിന്തിക്കുന്നില്ല. അപ്പൊ ആളൂര് ദരിദ്രനായ പ്രതിക്ക് വേണ്ടി, ആരും സംസാരിക്കാനില്ലാത്ത ഒരു പ്രതിക്ക് വേണ്ടി ഹാജരായി എന്നുള്ളതാണ്. ഗോവിന്ദച്ചാമി ഒരു ധനികനോ സ്വാധീനമുള്ള വ്യക്തിയോ ആയിരുന്നെങ്കിൽ ആളൂരിന് ഈ പഴി കേൾക്കേണ്ടി വരില്ലായിരുന്നു. ആളൂരും രാമൻകുട്ടിയെ പോലെ ഒരു പ്രഗത്ഭനായ വക്കീൽ എന്ന് പരിഗണിക്കപ്പെട്ടേനെ. ഇനി ഗോവിന്ദച്ചാമിക്ക് പണം ഉണ്ടായിരുന്നെങ്കിൽ കേസ് ആളൂരിനെ ഏൽപ്പിക്കില്ലായിരുന്നു, രാമൻകുട്ടി ഏൽപ്പിച്ചേനെ. ഇതാണ് വസ്തുത. അപ്പൊ ഞാൻ പറഞ്ഞത്, നമ്മൾ കീപ്പ് ചെയ്യേണ്ട മനോഭാവമുണ്ട്. അപ്പൊ ദൈവത്തെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാട്, ലോകത്തെ സംബന്ധിച്ച കാഴ്ചപ്പാട്, മനുഷ്യരെ സംബന്ധിച്ച കാഴ്ചപ്പാട്, കർത്താവിന്റെ വചനം പറയുന്നു. യെഹെസ്കേൽ പ്രവചനം 18-ാം അധ്യായത്തിലും 33-ാം അധ്യായത്തിലും പറയുന്നുണ്ട്, ദുഷ്ടന്റെ മരണത്തിൽ എനിക്ക് പ്രസാദമില്ല. God doesn't delight in the death of a wicked person.